ഹോളി ഹോളി സ്പെഷ്യൽ ഡോക്ല ഉണ്ടാക്കാം. ഡോക്ല മിക്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കടലമാവ്, മഞ്ഞൾപ്പൊടി, ഈനോ, ഷുഗർ എല്ലാം ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം. ബട്ട് റെഡി മിക്സ് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിലുണ്ടാക്കുന്നത്. ഇതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് കേട്ടോ. ബട്ട് ഓയിൽ 120 ml, വാട്ടർ 320 ml എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് 50 ml വാട്ടർ ബാലൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒഴിക്കുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്ത് ഒഴിച്ചാൽ മതി. ബാറ്റർ നന്നായി മിക്സ് ചെയ്തു. ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചു, സ്റ്റാൻഡ് ഇറക്കി വെച്ചു, വെള്ളമൊഴിച്ചു. ഇനി ഇത് എൻ്റെ ഇഡ്ഡലിയുടെ തട്ടാണ് കേട്ടോ. ഇതിലാണ് ഞാൻ ബാറ്റർ ഒഴിക്കുന്നത്. നമുക്കിത് 15 to 20 minutes വരെ സ്റ്റീം ചെയ്യാൻ വെക്കാം. ആഫ്റ്റർ 20 minutes നമ്മുടെ ദോക്ല ആയിട്ടുണ്ട്, നന്നായി പൊങ്ങി വന്നു. ഈ നേരം കൊണ്ട് നമുക്ക് ചട്നി ഉണ്ടാക്കാം. ദോക്ല ഞാൻ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. കൊറിയൻഡർ ചട്നി, കൊറിയൻഡർ, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ലൈം ജ്യൂസ്, ഇതെല്ലാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. ഞാൻ മറന്നുപോയി, ഇതിൽ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാനുണ്ടായിരുന്നു. ഞാനത് ലാസ്റ്റ് ആഡ് ചെയ്തു. അത് നിങ്ങൾക്ക് ചട്നിയുടെ കളർ ചേഞ്ച് കണ്ടാൽ അറിയാൻ പറ്റും. അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഡിമോൾഡ് ചെയ്തു ഡോക്ല. ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ഒഴിക്കാം. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഞാൻ 2 ഡോക്ല ഉണ്ടാക്കിയത് കൊണ്ട് ഒരെണ്ണം കട്ട് ചെയ്ത് വെച്ചു, മറ്റേത് കട്ട് ചെയ്യാതെ വെച്ചു. ഇനി നമ്മുടെ ഷുഗർ സിറപ്പ്, മസ്റ്റർഡ് പൊട്ടിച്ചു, ഗ്രീൻ ചില്ലി, കുറച്ച് കൊത്തമല്ലി ഉണ്ട് കേട്ടോ അതിൽ. നന്നായി ഗ്രീൻ ചില്ലി വാട്ടിയതിന് ശേഷം ആവശ്യാനുസരണം നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ കാരമലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് വാട്ടർ ആയാലും കുഴപ്പമൊന്നുമില്ല. ഫ്ലേവറിന് കായം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നേരെ നമ്മുടെ ദോക്ലയിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. 10 മിനിറ്റ് അങ്ങനെ സോക്ക് ചെയ്തതിന് ശേഷം ഡോക്ല റെഡി. കുറച്ച് കൊറിയൻഡർ ലീവ്സ് എടുത്ത് സ്പ്രെഡ് ചെയ്തു, ജസ്റ്റ് ഫോർ ഡെക്കറേഷൻ. പിന്നെ ലാസ്റ്റ് സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്താണെന്നല്ലേ, ചെറിയൊരു കഷ്ണം ഡോക്ല സീസണിങ് ചെയ്യുന്നതിന് മുമ്പ് അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അരച്ചാൽ മതി. അപ്പോൾ ചട്നി ഈ കളറിൽ നല്ല സോഫ്റ്റായിരിക്കും. എൻ്റെ ഗുജറാത്തി ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാട്ടോ ഈ സീക്രട്ട്. അങ്ങനെ നമ്മുടെ ഡോക്ല റെഡി.